നീഡ് ഫോർ എൻവയോൺമെൻറ്റൽ സ്കാനിങ്. നെക്സ്റ്റ്, എന്തിനാണ് ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അറിയാനാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്ട്രെങ്ത്ത്, നമ്മുടെ കപ്പാസിറ്റി, ഫേമിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിന് നമ്മുടെ സ്ട്രെങ്ത്താണ്, നമ്മുടെ കമ്പനിക്കുള്ള സ്ട്രെങ്ത്ത് എന്താണ്, മാക്സിമൈസ് നമ്മുടെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പ്ലാൻസ് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അതിന് വേണ്ടിയാണ് ഫസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വീക്ക്നെസ്സസ്, നമ്മുടെ ഫേമിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ കപ്പാസിറ്റി കുറവ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ എണ്ണം കുറവ്, നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്ത അവസ്ഥ, അപ്പോൾ അതൊക്കെ നമ്മൾ വീക്ക്നെസ്സസ് ആണ്, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ എക്സ്റ്റേണലായിട്ട് വരുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫേം ഷുഡ് അഫോർഡ് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൻ ദേ കം. നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ത്രെഡ്സ്. നെക്സ്റ്റ് വരുന്നത് ത്രെറ്റാണ്, ഭീഷണികൾ നമുക്ക് എതിരെ വരും. ത്രെറ്റ് ഫ്രോം കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് വേരിയസ് ഫാക്ടറി. കോമ്പറ്റീറ്റേഴ്സ് എന്നാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോലത്തെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ടായിരിക്കും. അവിടെ നിന്ന് ഉണ്ടാവുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികളാണ്, ഓൾറെഡി ഉള്ള കമ്പനികളാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ത്രെറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എത്രയുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ളതും ക്യാപിറ്റൽ ആയിട്ടുള്ള റിസോഴ്സസ് എത്രയുണ്ട്, അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ആ സ്കെയർ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. നമുക്ക് എൻവയോൺമെൻറ്റിൽ മാക്സിമം സ്ട്രെങ്ത്തും വീക്ക്നെസ്സസ് മിനിമൈസ് ചെയ്യണം, സ്ട്രെങ്ത്ത് മാക്സിമൈസ് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ത്രെഡ്സൊക്കെ ഡിഫ്യൂസ് ചെയ്തിട്ട് നമ്മളത് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്കത് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം. അതിന് സ്കാനിങ് നമുക്ക് നടത്തിയാലേ പറ്റുള്ളൂ. ടു പ്ലാൻ ലോങ് ടേം ബിസിനസ് സ്ട്രാറ്റജി. നമുക്കൊരു ലോങ് ടേം ബിസിനസ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെൻറ്റ് കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റ് സ്കാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സെലക്ടിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയബിൾ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് അതിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റണം. ഇനി എൻവയോൺമെൻറ്റ് സ്കാനിങ് ഫോർ ന്യൂ വെഞ്ചർ. പുതിയതായിട്ടുള്ള ഒരു സംരംഭത്തിന് എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് സ്കാനിങ് നടത്തുക എന്നത്. എന്ത് ചെയ്യണം, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ദ ബിസിനസ് യൂസ് അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പുതിയ വെഞ്ചറിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വൈ ബിസിനസ് കണ്ടക്ട് ദ എൻവയോൺമെൻറ്റ് സ്കാൻ. എന്തിനാണ് നമ്മുടെ ട്രെൻഡുകൾ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്തെങ്കിലാണ്, ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സ്കാനിങ് നടത്തിയാലേ നമുക്ക് പറ്റുള്ളൂ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എൻഡ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് ഐഡൻറ്റിഫൈ നമ്പർ ഓഫ് ബ്രോഡ് ഫാക്ടേഴ്സ്, ഇഷ്യൂസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതായത് കുറേ പ്രോബ്ലംസ് വരും പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എൻവയോൺമെൻറ്റ് സ്കാനിങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി വൈ ആർ എൻവയോൺമെൻറ്റ് സ്കാൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എങ്ങനെയാണ്, ആൻറ്റിസിപ്പേറ്റിംഗ് ചേഞ്ചസ് അറിയാൻ പറ്റും, വേർ വി നോ, ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും, നമ്മുടെ പ്ലാൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ആക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, വേർ ഡു വി വാണ്ട് ടു ബി, എന്തായി തീരണം എന്നുള്ളതും കൂടി നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഇനി ക്വസ്റ്റ്യൻസ് ടു ആസ്ക് വെൻ കണ്ടക്ട് എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, കറണ്ട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ വാട്ട് കീ ഫോഴ്സസ് ബിസിനസ് എൻവയോൺമെൻറ്റ്, നമ്മുടെ കീ ഫോഴ്സസ് ആയിട്ടുള്ള, അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ശക്തികൾ എന്തൊക്കെയാണ്, ട്രെൻഡ് ആൻഡ് ഇഷ്യൂസ് ഓഫ് നമ്മുടെ ടൈപ്പ് ഓഫ് എഫക്റ്റിംഗ് ബിസിനസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രെൻഡ് ആൻഡ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇമ്പാക്റ്റ് ഓഫ് ട്രെൻഡിൻ്റെ ഇമ്പാക്റ്റ് എത്രയുണ്ട്. ചെറിയ ട്രെൻഡൊക്കെ ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും, പക്ഷെ നല്ല ഡെവലപ്പിംഗ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് കൂടി വരും. ചേഞ്ചസ് ഇൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളവരാണ്, ഇൻഡസ്ട്രി ഗ്രൂപ്പ് എങ്ങനെയുള്ളവരാണ്, അതൊക്കെ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ബിസിനസ് കൺട്രോൾ ആൻഡ് ബിയോണ്ട് ദ ഇൻഫ്ലുവൻസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബിസിനസ് ടു എഫക്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്, ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന മറ്റുള്ള ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വരുന്നത് വെൻ കണ്ടക്ടിങ് എൻവയോൺമെൻറ്റ് സ്കാനിങ്. അതിനുള്ള എക്സാമ്പിൾ, ഇൻ്റർവ്യൂ നടത്താം, അതുപോലെ തന്നെ ബിസിനസ് ഓഫീസേഴ്സ്, ഓണേഴ്സ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ട്രേഡ് പബ്ലിക്കേഷനിൽ നിന്ന് കിട്ടും, ബിസിനസ് മാഗസിൻസിൽ നിന്ന് കിട്ടും, വെബ്സൈറ്റ്സ്, മോർണിംഗ് സ്റ്റാർ, ഹൂവേഴ്സ്, ബ്രോക്കറേജ് ഫിലിംസ്, ക്രെഡിബിൾ ഫിനാൻഷ്യൽ സൈറ്റ്സ്, ഒബ്സർവേഷൻസ് നടത്താം, റിസർച്ച് ഫൈൻഡിങ്സ് നടത്താം, അതുപോലെ തന്നെ ഇൻപുട്ട് ഫ്രം പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും, എൻവയോൺമെൻറ്റൽ സ്കാൻ നടത്താനുള്ള അവസരങ്ങൾ കിട്ടും. ഓക്കെ.